ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗോവയിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ചിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിൻ്റെ ചർച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബോഡിയൊക്കെ അതുപോലെ ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ കേട്ടോ ചർച്ചിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഇവിടെ ഫോട്ടോസ് അലോഡല്ല. ഇതാണ് ചർച്ചിൻ്റെ ഉൾഭാഗം. പിന്നെ നമ്മൾ ഈ ചർച്ചിൽ വരുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ സ്ലീവ്ലെസ് ഇട്ടിട്ട് വരരുത്. നമ്മളെ പള്ളി കയറ്റൂല. ഞങ്ങളെ കയറ്റിയില്ല, എന്നെ കയറ്റിയില്ല. ഷോൾ ഇട്ടിട്ട് നമ്മൾ കൈയൊക്കെ കവർ ചെയ്തിട്ട് വേണം വരാൻ. അപ്പോൾ ഒരു ഷാൾ ഇട്ടുവന്ന് നോക്കട്ടെ. ഷാളില്ലാതെ കയറ്റാത്തത് കൊണ്ട് അതിനെ നടുറൂട്ട് ചെയ്തിട്ട് ഒരു ബനിയൻ ഇടുകയാണ്. നമ്മൾ രണ്ടും വൈറ്റ് ആയല്ലോ. കൂളിംഗ് ഗ്ലാസ് എനിക്ക് വേണമായിരുന്നു, പറഞ്ഞു വരത്തില്ല. എൻ്റെ കൂളിംഗ് ഗ്ലാസ് കാണുന്നില്ല. കേട്ടോ എല്ലാവരും. ഇപ്പോൾ ഹോളിഡേ ഒന്നും അല്ലാഞ്ഞിട്ടുകൂടി ഇവിടെ നല്ല തിരക്കാട്ടോ ഇന്ന്. പള്ളിയുടെ എൻട്രൻസിലേക്ക് പോവാണ്. നേരത്തെ സ്ലീവ്ലെസ് ഇട്ടിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്കി നോക്കാം എന്താകും. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രയും വർഷമായിട്ടും നമുക്ക് ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും. തിയേറ്ററില് അത് കത്തീഡ്രല്, ഇത് ബസിലിക്ക കേട്ടോ. ഈ ബസിലിക്ക പള്ളിയാണ്. ഈ ബസിലിക്കയും കത്തീഡ്രൽ പള്ളിയും തമ്മിലുള്ള വ്യത്യാസം ഇത് കത്തീഡ്രൽ പള്ളി, ഇത് ബസിലിക്ക. തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ വ്യത്യാസം? നമ്മൾ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് ഇവിടുത്തെ ഷോപ്പിംഗ് മാർക്കറ്റാട്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിവിടെ വരുമ്പോൾ ഏറ്റവും ബെറ്റർ വണ്ടി റെൻറ്റിനെടുത്തിട്ട് വരുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും പോവുകയും ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ടാക്സിക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇതാണെങ്കിൽ നമുക്ക് ഡെയിലി 1500 രൂപ, 1500 രൂപ ഡെയിലി വരുന്നുള്ളൂ. ബെറ്ററാണ്. ഓട്ടോമാറ്റിക് കാറിനടക്കം നമുക്ക് 1500 റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതല്ലേ ഒന്നുകൂടി ബെറ്റർ. പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലോട്ട് വന്നു. ഇവിടെ കേട്ടോ സ്റ്റേ. ഇതാണ് പാരഡൈസ് വില്ലേജ് റിസോർട്ട്. മാലയും പൂവൊക്കെ കിട്ടി. നല്ല വെൽക്കം ഡ്രിങ്ക് എല്ലാം ഉണ്ട് ഇവിടെ. കഴുത്തിൽ കൂടി ഒരു പൂമാലൊക്കെ ഇട്ടിട്ടാണ് ഇവർ സ്വീകരിക്കുന്നത്. പക്ഷെ നയന ഇട്ടില്ല. എനിക്ക് പൂമാലയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഫുഡ് ചെക്കിങ് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് കഴിക്കണോ? നമുക്കിവിടെ ഇങ്ങനെ വന്നിരുന്ന് ബിയറൊക്കെ കുടിച്ച് ചില്ല് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ റൂമിലോട്ട് പോവുക. നല്ല ആംബിയൻസ് അല്ലേ ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബീച്ചൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ. എവിടെയും പോയിട്ടില്ല. നല്ല വെയിലാണ്. ഇവിടെ 6 മണിയായിട്ട് വെയിലാണ്. 6 മണിയായിട്ടും വെയിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വന്നതാണ് ഗൈസ്. പക്ഷേ ഇപ്പോഴും വെയിലാണ്. നമ്മളെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നപ്പോഴത്തെ ഇവരൊന്നും ഇപ്പോഴും പോയിട്ടില്ല. എല്ലാവരും ഇവിടെ ഫുൾ ടൈം ബീച്ചിലാണ്. ഫ്രഷ് മത്തി, പെടയ്ക്കുന്ന മത്തി. ഇതാണ് ഇവിടെ പെടയ്ക്കുന്ന മത്തി. ഇതാണ് പെടയ്ക്കുന്ന മത്തി.
ഗൈസ് മീൻ പിടിക്കുന്ന മീൻ മത്തി മാത്രമേ ഉള്ളൂ ഇവിടെ. അറിയില്ല, അങ്ങ് നോക്കാം. ഫ്രഷ് മീൻ ഇതാണ് മോനെ, നല്ല ഫ്രഷ് മീൻ. ഇത് പറയില്ലായിരുന്നു, ഇത്രയും വേണമെന്ന് എനിക്കില്ലായിരുന്നു. പോർക്കും റൈസ്. അങ്ങനെ നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോകാൻ മേത്തൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് വേറെ നടക്കുന്നുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് പിന്നെ വന്നതാ. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇവിടെയാണ് DJ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. DJ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ളൂ. ബൈ.